ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കഴിഞ്ഞ ദിവസം, അതായത് 13th 15th ഏപ്രിലിൽ നടന്ന CHSL എക്സാമിൻ്റെ റീസണിങ് സെഷൻ ഒരു ബ്രീഫായിട്ടൊരു അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ആക്ച്വൽ ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ ചോദിച്ച സിമിലർ ലോജിക്കിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുക ഈ ലെറ്റർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അത് റെഗുലറായിട്ട് SSC ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്കൊരു അതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് കംപ്ലീറ്റ് ദ ലെറ്റർ സീരീസ് ആണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു ഒരു സീക്വൻസ് ഉണ്ടാവും. ഇപ്പോൾ ABCD എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ABCD റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു സീക്വൻസിന്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ ലെറ്ററിന് നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഓരോ ബ്ലാങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലാങ്ക് നമ്മൾ ഗസ് ചെയ്യണമെന്നാണ് നമ്മുടെ ആക്ച്വൽ ഈ ക്വസ്റ്റ്യൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയായിരിക്കും, ഇതിലൊരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ സർട്ടൺ ലെറ്റേഴ്സ് നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞേക്കണതാണ്. അത് അവിടെ സർട്ടൺ ലെറ്റേഴ്സിന് അവിടെയാണ് ബ്ലാങ്ക് വന്നേക്കണം. അപ്പോൾ നമ്മൾ ഈ ബ്ലാങ്ക് ഗസ് ചെയ്യണം ബേസിക്കലി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ നമ്മൾ നോക്കണം ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, ഇവിടെ BBM എന്ന് കണ്ടില്ലേ, ഈ ഒരു സീക്വൻസ് ഇവിടെ ഉണ്ട്. ഈ സീക്വൻസ് ബാക്കി എവിടെയെങ്കിലും റിപ്പീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമ്മൾ നോക്കി BBM എന്ന് പറഞ്ഞ സീക്വൻസ് നോക്കിയപ്പോൾ, ഓക്കെ, ഇവിടെ ഒരു BBM ഉണ്ട്. അതായത് ഇതൊരു നമ്പർ സീക്വൻസ് ആണ്, അല്ല, ഒരു ആൽഫബറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു സീക്വൻസിന് തൊട്ട് മുന്നേ വന്ന ലെറ്റേഴ്സ് സെയിം ആയിരിക്കും. അതായത് ഇവിടെ വന്ന ലെറ്ററും സെയിം ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻസിൽ പോയി നോക്കുക, നമ്മുടെ ഫസ്റ്റ് ബ്ലാങ്കും ലാസ്റ്റ് ബ്ലാങ്കും സെയിം ലെറ്റേഴ്സുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും MM ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ വർക്കായി. അതായത് BBMന് തൊട്ട് മുന്നേ ഉള്ള ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും BBM ഉണ്ട്, ഇവിടെയും BBM ഉണ്ട്. അപ്പോൾ ഈ ബ്ലാങ്കിലും സെയിം ലെറ്റർ ആയിരിക്കും, ഈ ബ്ലാങ്കിലെ ലെറ്ററും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് ഓപ്ഷനിൽ പോയി. സെക്കൻഡ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് Aയിലാണ്, എൻഡ് ചെയ്യുന്നത് M-ലാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് അവേ നമുക്ക് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം ഇവിടെ A വരും, ഇവിടെ വേറൊരു ലെറ്റർ അല്ല, സെയിം ലെറ്റർ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. തേർഡ് ഓപ്ഷൻ നമ്മൾ നോക്കി, M-ഉം. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ M തന്നെയാണ്. അപ്പോൾ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യാം, ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, എന്നിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് ലെറ്റർ A ആണ്, ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ M ആണ് നോക്കണം. അപ്പോൾ ഈ ഒരു ഓപ്ഷന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് ട്രൈ ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ഇതിലിട്ടിട്ട് കറക്റ്റ് ആവുണ്ടോ നോക്കാം. അതല്ലാതെ നമുക്ക് എഗെയിൻ ഇത് ഓപ്ഷൻസ് വീണ്ടും അനലൈസ് ചെയ്യാം, എങ്ങനെയെങ്കിലും ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കിയ സീക്വൻസ് എഗെയിൻ BBM തന്നെയാണ്. നമ്മളിവിടെ നോക്കണം. ഓക്കെ, BBMൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും വന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മളൊരു B-യും M-ഉം കാണുന്നുണ്ട്. B-യും M-ഉം ഉണ്ട്. അപ്പോൾ നടുക്കത്തെ ലെറ്റർ എന്തായിരിക്കും, B തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ, ഈ ഒരു ലെറ്റർ B ആണ്. അതായത് തേർഡ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ B ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എഗെയിൻ ഓപ്ഷൻസിലോട്ട് പോവാം. ഓപ്ഷൻസിൽ പോകുമ്പോൾ ഇവിടുത്തെ തേർഡ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ A ആണ് വന്നത്. തേർഡ് ലെറ്റർ ആയിരിക്കും തേർഡ് ബ്ലാങ്കിൽ വന്നത്. അപ്പോൾ A ആണ് വന്നേക്കണം, ഇവിടെ B ആണ് വന്നേക്കണം. അപ്പോൾ നമുക്ക് ആക്ച്വലി ആൻസർ 3 ആണെന്നുള്ളത് അപ്പോൾ തന്നെ ആൻസർ ചെയ്യാം, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് എഗെയിൻ നമുക്ക് പാറ്റേൺ എന്താണെന്ന് നോക്കാനായിട്ട് ചുമ്മാ ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് ഈ സീക്വൻസ് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെ വരും, ഫസ്റ്റ് ലെറ്റർ M ആണ്, പിന്നെ BBM വന്നു, പിന്നെ സ്പേസിൽ A വന്നു, പിന്നെ AMB വന്നു, പിന്നെ ഒരു സ്പേസിൽ B അഗെയിൻ വന്നു, പിന്നെ ഒരു M വന്നു അല്ലേ. അപ്പോൾ MAB വന്നു, പിന്നെ ഒരു A വന്നു, ഈ A ബ്ലാങ്ക് ആണ്. ഓക്കെ, ഇവിടെ M വന്നു. ഇതാണ് നമുക്ക് കിട്ടിയ സീക്വൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാം നമ്മുടെ ആ റിപ്പീറ്റിംഗ് സീക്വൻസ് എന്താണ്. നമുക്ക് MBA MA. ഓക്കെ, ഇവിടം വരെയും പിന്നെ M ആണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ M റിപ്പീറ്റ് ചെയ്യപ്പോഴായിരിക്കും ഈ സെയിം സീക്വൻസിൽ M അഗെയിൻ റിപ്പീറ്റ് ചെയ്യപ്പോഴായിരിക്കും നമ്മുടെ സീക്വൻസ് രണ്ടാമത് റിപ്പീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കിയപ്പോൾ MBB MA വന്നു, A വന്നു, പിന്നെ അഗെയിൻ MB വീണ്ടും റിപ്പീറ്റ് ചെയ്തു, കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീക്വൻസ് റിപ്പീറ്റ് ചെയ്തത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും, ഈ MB മുതലായിരിക്കും. അപ്പോൾ അഗെയിൻ MBB MA വന്നു, AA വന്നു, എന്നിട്ട് വീണ്ടും MB റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ സീക്വൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ MBB MAA എന്നുള്ളതാണ് നമ്മുടെ സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്താൽ മതി, നമുക്ക് അറിയാവുന്ന സീക്വൻസ് ഇവിടെ എവിടെയെങ്കിലും റിപ്പീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഈ ബ്ലാങ്കുകൾ ഗസ് ചെയ്യാൻ നോക്കിയാൽ മതി.
ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ CHSL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ഇതിന് വേറെ എക്സാമ്പിൾസും കിട്ടും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കൗണ്ടിങ് ഓഫ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ. അത് ഇപ്പോൾ കഴിഞ്ഞ CHSLൻ്റെ പേപ്പേഴ്സിലും ഒരു കൗണ്ടിങ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ചോദിച്ചേക്കുന്നത് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്. അപ്പോൾ ഈ ഫിഗറിനെ 2 പാർട്ടായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രം അനലൈസ് ചെയ്യാം. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരക്കാം. അത് ഇങ്ങനെ വരച്ചു. പിന്നെ എഗെയിൻ 3 ലൈൻ ഉണ്ട്, പിന്നെ ഒരു ഇതുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാം. അതായത് ഈ ഒരു ബേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് എത്ര ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഈ വലിയൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അതായത് ഈ ബേസിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വരച്ചേക്കണ എല്ലാം ബേസിലും 3 ട്രയാങ്കിൾസ് വെച്ചുണ്ടാവും. 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. കാരണം ഈ ഒരു ബേസിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ ബേസിലും 3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 12 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് അനലൈസ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് എഗെയിൻ വരക്കാം. റബ്ബ് ചെയ്ത് കളയാണ്. ഫസ്റ്റ് പാർട്ടിൽ 12 ട്രയാങ്കിൾസ്, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇതിന് നമ്മൾ എഗെയിൻ എങ്ങനെയാണ് 1, 2 ലൈൻ. ഓക്കെ, പിന്നെ നമ്മൾ എഗെയിൻ ഇങ്ങനെ ഒരു എങ്ങനെയാണ് ഈ ട്രയാങ്കിൾ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ ഇരിക്കുന്നത് അല്ലേ. 2 ലൈൻ ഉണ്ട് എഗെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 3. ഈ ഒരു ബേസിൽ 3, ഈ ഒരു ബേസിൽ 3. അതായത് എത്ര വരും? 1, 2, 3. ഈ 3-ൽ അതായത് 9 ട്രയാങ്കിൾസ് വരും. ഈ ഒരു പാർട്ടിൽ നിന്ന് തന്നെ 9 ട്രയാങ്കിൾസ് വരും നമുക്ക് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കണം, ഈ ഒരു പാർട്ടിൽ എഗെയിൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 9, ഇവിടെ ഒരു ട്രയാങ്കിൾ, പിന്നെ ഈ ഒരു വലിയ ട്രയാങ്കിൾ അല്ലേ, അതായത് 2. മൊത്തം 2 ഈ ഒരു പാർട്ടിയിൽ നിന്ന് അപ്പോൾ എത്രയുണ്ട്? +11. ഈ ഒരു പാർട്ടിയിൽ നിന്ന് 11 ട്രയാങ്കിൾസ് ഉണ്ട് ടോട്ടൽ നമുക്ക്. അതായത് ഓരോ ബേസിലും 3 എണ്ണം വെച്ച്, ഇവിടെ 3 എണ്ണം വെച്ച്, അപ്പോൾ 9 വന്നു. പിന്നെ 10 ഇത്, പിന്നെ 11 ഈ വലിയ ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 11 ട്രയാങ്കിൾ വെച്ചു. ഇനി അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലി ആ 2 സ്ഥലത്തും എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കി അല്ലേ. ഇനി നമ്മളത് കമ്പൈൻ ചെയ്യപ്പോൾ കോമൺ ആയിട്ട് വല്ല ട്രയാങ്കിൾസ് വരുന്നുണ്ടോ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ കമ്പൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ കോമൺ ആയിട്ടുള്ള വെർട്ടെക്സ് എല്ലാം നോക്കണം, അനലൈസ് ചെയ്ത് നോക്കണം. ഓരോ വെർട്ടെക്സിലും പുതിയ ട്രയാങ്കിൾസ് അല്ല, കോമൺ ആയിട്ടുള്ള പുതിയ ട്രയാങ്കിൾസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വെർട്ടെക്സ് എടുത്തു. ഈ വെർട്ടെക്സ് എടുത്തപ്പോഴത്തേക്കും ഈ വെർട്ടെക്സിലുള്ള ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ? അതായത് രണ്ട് ഫിഗറിലും കോമൺ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് അതായിരിക്കും എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇൻഡിവിജ്വലി ഓരോ ഫിഗറിലും ഇൻഡിവിജ്വലി ഈ വെർട്ടെക്സിൽ നിന്ന് വരുന്ന ട്രയാങ്കിൾസ് നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്താണ്. ഇനി കോമൺ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെർട്ടെക്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഒരു +1 വന്നു. എഗെയിൻ നമ്മൾ ഈ വെർട്ടെക്സിൽ നോക്കുമ്പോൾ എഗെയിൻ ഇവിടെ കണ്ടോ ഒരു ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിൾ കോമൺ ആയിട്ട് വന്ന ട്രയാങ്കിൾ. അപ്പോൾ +1 എഗെയിൻ വന്നു. അപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ ആയി ടോട്ടൽ? 23, 24, 12 + 11 എന്ന് പറയുമ്പോൾ 23 വരും. 24 വന്നു, 25 വന്നു. അപ്പോൾ ടോട്ടൽ 25 ട്രയാങ്കിൾസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഫിഗറിൽ. ബാക്കിയുള്ള വെർട്ടെക്സിലും വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, പക്ഷേ അവിടെ ഒന്നും കോമൺ ട്രയാങ്കിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ 25 ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കണതാണ്. ഇതും എല്ലാം ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്, ഓരോ ലോജിക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എന്താ മനസ്സിലായത്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നോക്കാം. 6ൻ്റെ സ്ക്വയർ ആണ്, അതെന്ന് പറയുമ്പോൾ 8ൻ്റെ സ്ക്വയർ ആണ്, ഇത് 7ൻ്റെ സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബേസിസിലുള്ള വല്ല ലോജിക് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ 55ഉം 49ഉം കൂടി നോക്കുമ്പോൾ എങ്ങനെ 6 ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ത് മനസ്സിലായി? ഈ ഒരു എലമെൻറ്റ് മൈനസ് ഈ ഒരു എലമെൻ്റ് അല്ലേ 6 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. ഈ കോളത്തിലുള്ള എലമെൻറ്റ് മൈനസ് ഈ കോളത്തിലെ എലമെൻറ്റിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. 47ഉം 39ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 8 ആണ്. ഓക്കെ, ഡിഫറൻസ്. അപ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഇവിടെ 8 ആയപ്പോൾ 8ൻ്റെ സ്ക്വയർ ആണ് ഈ കോളത്തിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഡിഫറൻസ് എന്താണോ
ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും. അതാണ് ഇവിടുത്തെ 7 സ്ക്വയർ എടുത്തത്. അപ്പോൾ ഈ നമ്പർ എന്തായിരിക്കും? 68 ആയിരിക്കണം. 68 ആണെങ്കിലല്ലേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 7 വരുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് രണ്ട് ലാസ്റ്റ് 2 സെക്കൻഡ് തേർഡ് കോളത്തിലുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയേഴ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഗെയിൻ നമ്മൾ മിസ്സിംഗ് നമ്പേഴ്സിൽ എപ്പോഴും നമ്മൾ നോക്കുന്നു ഈ രണ്ട് കോളം എങ്ങനെ ഇതിനോട് റിലേറ്റ് ആയിരിക്കുന്നു അങ്ങനെ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഈ രണ്ട് റോ എങ്ങനെ ഇതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ നോക്കണം. പക്ഷേ അങ്ങനെയല്ല, ഈ രണ്ട് റോസ് അല്ല ഈ രണ്ട് റോ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഈ രണ്ട് റോ എങ്ങനെ ഇതിലോട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ പല പല ലോജിക്ക് വരും. അത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ പാറ്റേൺസും വരും എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, പിന്നെ അഗെയിൻ കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്പർ സീരീസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ പല പല ലോജിക്കളും നമ്പർ സീരീസിലും വരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് ഓഫ് ഡിഫറൻസിൻ്റെ ലോജിക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഇതിൽ നമുക്ക് വേറൊരു പാറ്റേൺ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് വന്നേക്കണേ നോക്കാം. ഓക്കെ, ഈ സീരീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പെർഫെക്റ്റ് ക്യൂബ്സിൻ്റെ ബേസിസിലുള്ള ഒരു സീരീസാണ്. അപ്പോൾ നമുക്ക് 30 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ക്യൂബിൻ്റെ അടുത്തുള്ള നമ്പർ അല്ലേ, അത് ഏതാണ്? 27ൻ്റെ അടുത്തുള്ളതാണ്. 27 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്യൂബാണ്, അതിൻ്റെ അടുത്തുള്ള നമ്പറാണ് 30. അതിൽ നിന്ന് 3 ആഡ് ചെയ്യപ്പോഴാണ് നമുക്ക് 30 കിട്ടുന്നത്. ഓക്കെ, അടുത്തത് 130 എന്ന് പറഞ്ഞാൽ 125ന് അടുത്തുള്ളതാണ് +5. 350 എന്നുള്ളത് 343ന് അടുത്തുള്ളതാണ് +7. അതായത് ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചത്? ഇതെന്ന് പറഞ്ഞാൽ എന്തിനാ? 3യുടെ സ്ക്വയർ ആണ് ബേസിക്കലി 27, ക്യൂബാണ് ബേസിക്കലി 27, 5ൻ്റെ ക്യൂബാണ് 125, 7ൻ്റെ ക്യൂബാണ് 343 ബേസിക്കലി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഓരോ ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് +3, ഇതെന്ന് പറഞ്ഞാൽ 5 ക്യൂബ് +5, അതായത് ഓഡ് നമ്പേഴ്സ് അടുത്തടുത്തുള്ള 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് പ്ലസ് ദ സെയിം നമ്പറാണ് നമ്മുടെ ഓരോ ടേം എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ 7 ക്യൂബ് +7 എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത് എന്തായിരിക്കും? 9 ക്യൂബ് +9 ആയിരിക്കും. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണെങ്കിൽ 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729 ആണ്, അത് +9 എന്ന് പറഞ്ഞാൽ 738 ആണ്. ഓക്കെ, ഈ ലോജിക്കും SSCയിൽ യൂസ് ചെയ്യണതാണ് ക്യൂബ്സിൻ്റെ അടുത്തുള്ള ക്യൂബ്സിൻ്റെ ബേസിസിലുള്ള സീരീസ് ഉള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദി നമ്പേഴ്സ് ഇൻ ദ ഗിവൺ സെറ്റ്. ഓക്കെ, തന്നിരിക്കുന്ന ഈ സെറ്റിൻ്റെ സെയിം നമ്പേഴ്സ് എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് ഇവിടെ ഓപ്ഷൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം 16ഉം 88ഉം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 16 × 5 + 16 × 5 എന്ന് പറഞ്ഞാൽ 80 ആണ്. നമുക്ക് 88 അല്ലേ നമ്പർ. അപ്പോൾ 16 × 5 + 8 ആണ് 88 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചിലപ്പോൾ ഈ ഫസ്റ്റ് നമ്പറിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ ഓപ്ഷൻസിലും നോക്കണം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ 14ഉം 77ഉം നോക്കാം. അങ്ങനെയാണ് 14 × 5 നമ്മളിവിടെ ചെയ്ത് ×5 ചെയ്തു +½ ഓഫ് ദിസ് നമ്പർ ചെയ്തു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ചെയ്യണം, ×5 ചെയ്യണം +½ ഓഫ് ദിസ് നമ്പർ 7 ചെയ്യണം. അപ്പോൾ 77. ഓക്കെ, ഇത് കറക്റ്റ് ആവേണ്ടത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ആവുന്നത്. അഗെയിൻ ഇവിടെ നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ 20 × 5 100 +½ ഓക്കെ, ഇവിടെയും വർക്ക് ആവുന്നുണ്ട്. പിന്നെ അടുത്ത് ഇവിടെ നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ 28 × 5. ഓക്കെ, 28 × 5 എന്ന് പറഞ്ഞാൽ 140 തന്നെയാണ്. അപ്പോൾ നമുക്ക് +14 എന്നാണ് വരേണ്ടത് നമ്മുടെ ലോജിക്ക് അനുസരിച്ച്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇത് തെറ്റാന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ഡി ഓപ്ഷൻ നോക്കാം. 12ൻ്റെ കേസിൽ എന്ത് വരും? 12 × 5 പ്ലസ് ഇതിൻ്റെ പകുതി 6. ഓക്കെ, 66. അപ്പോൾ ഇവിടെ ഓക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പാരിസൺ വെച്ച് ഒരു ഓപ്ഷൻ മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തത് പറഞ്ഞാൽ 88ഉം 296 അങ്ങനെ റിലേറ്റ് ആയിരിക്കണം നോക്കാം. ഇതെങ്ങനെയാണ്? 88 × 4 എന്ന് പറഞ്ഞാൽ 320 പോകും. അപ്പോൾ 3 വെച്ച് തന്നെ നോക്കാം. 3 ചെയ്ത് നോക്കാം ഫസ്റ്റ് എത്രയാണ്. അപ്പോൾ 240 + 24 എന്ന് പറയുമ്പോൾ 240 + 24 എന്ന് പറഞ്ഞാൽ 244 എന്ന് വന്നു. ഓക്കെ, അത് 96നോട് എങ്ങനെ റിലേറ്റ് ആയിരിക്കണം നോക്കാം. 96 എന്ന് പറയുമ്പോൾ എന്താ ആഡ് ചെയ്യണം? +2. ഓക്കെ, 264 ആണ് ഇത്. 240 + 24 എന്ന് പറയുമ്പോൾ 264 അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി 296 കിട്ടാൻ എന്ത് ആഡ് ചെയ്യണം? ഓക്കെ, 32 ആഡ് ചെയ്യണം. 264 + 32 അല്ലേ 296 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 32 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഈ നമ്പറിൻ്റെ ഡബിൾ അല്ലേ. അപ്പോൾ ആ സെയിം ലോജിക്ക് ഈ നമ്പറിൻ്റെ ഡബിൾ ആദ്യമേ 88നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട്
32 വെച്ച് ആഡ് ചെയ്യണം. അതായത് ഈ ഫസ്റ്റ് നമ്പറിൻ്റെ ഡബിൾ വെച്ച് ആഡ് ചെയ്യണം. ആ സെയിം ലോജിക്ക് എവിടെയെങ്കിലും ഫോളോ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കേസിൽ തന്നെ നോക്കാം. ആദ്യമേ എന്താ ചെയ്ത് 88നെ 3 വെച്ച് ഇൻറ്റു ചെയ്തു. അപ്പോൾ 77നെ നമുക്ക് 3 വെച്ച് ഇൻറ്റു ചെയ്ത് നോക്കാം. ഇൻറ്റു ചെയ്യണം പ്ലസ് ഇതിൻ്റെ ഡബിള്. ഇവിടെ 16 ആയിരുന്നപ്പോൾ 32 ആണ്. അപ്പോൾ 16 ആയിരുന്നപ്പോൾ 32, 14 ആകുമ്പോൾ 28 വെച്ച് മൾട്ടിപ്ലൈ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടുമോ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഫുള്ള് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ രണ്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവസാനം കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ ഇവിടെ 28ൻ്റെ 8 ആണ്. അപ്പോൾ ഇത് രണ്ടും സം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. പക്ഷെ നമ്മുടെ ആൻസർ 385 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ക്യാൻസൽ ഔട്ട് ചെയ്യാം, അതല്ലായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് ബിറ്റ്വീൻ ബി ആൻഡ് ഡി ഏതായിരിക്കും എന്നാണ് ആൻസർ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 110ന് ആദ്യമേ ഇൻറ്റു 3 ചെയ്യണം പ്ലസ് ഇതിൻ്റെ 3 ടൈംസ് അല്ലേ, സോറി 2 ടൈംസ് വെച്ച് ആഡ് ചെയ്യണം. അപ്പോൾ +40. അപ്പോൾ ഇതാണോ ആൻസർ വന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഓക്കെ, ഓൾറെഡി 330 എന്ന് വന്നു. 330 പ്ലസ് സംതിങ് ആണ്. അപ്പോൾ ഇതുമല്ല ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് അതിവിടെ ചെക്ക് ചെയ്ത് നോക്കാം വെറുതെ. ആദ്യം എന്ത് ചെയ്തു, 66നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡബിൾ വെച്ച് ആഡ് ചെയ്തു, +24 ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നത് നോക്കാം. 180 പ്ലസ് 18 198 എന്ന് വന്നു. ഓക്കെ, 198 പ്ലസ് 24 എന്നുള്ളത് ഓക്കെ 224 എന്ന് വന്നു, 222 എന്ന് വന്നു. ശരിയാ, 8 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 202 വരും, +20 എന്ന് പറയുമ്പോൾ 222 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് കോഡിംഗ് ഡീകോഡിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതും എല്ലാം ഷിഫ്റ്റിലും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഏതൊരു വേർഡിന് ഒരു വേർഡായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വേർഡിന് ഒരു നമ്പറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക്കലി മറ്റേ ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാർഡൻ ഇവിടെ എഴുതാം, അതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതാം. 23, 1, 18, 4, 5, 14. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് എഴുതാം. കോഡ് ഉണ്ടല്ലോ, SJIWFB. കോഡിൻ്റെ നമ്പേഴ്സ് എഴുതാം, പ്ലേസ് വാല്യൂസ് എഴുതാം. അപ്പോൾ 19, 10, 9, 23, 5, 2. ഓക്കെ, കിട്ടി. ഇനി നമ്മൾ ഈ രണ്ട് നമ്പർ സീക്വൻസുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 23 ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ 1 ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ വന്ന ലോജിക്ക് ബേസിക്കലി ക്രോസ് കോഡിങ്ങിൻ്റെ ലോജിക്കാണ് വന്നത്. 14 മാപ്പ് ചെയ്തേക്കുന്നത് 19ലോട്ടാണ്. അതായത് ഇവിടെ ഒരു +5യുടെ ഒരു ചേഞ്ച് ആണുള്ളത്. 5 എന്നുള്ളത് അഗെയിൻ 10ലോട്ടാണ്. ഇവിടെ ഒരു +5 ചേഞ്ച് വന്നുണ്ട്. 4 എന്നുള്ളത് മാപ്പ് ചെയ്തേക്കുന്നത് 9ലോട്ടാണ്. ഇവിടെ ഒരു +5 ചേഞ്ച് വന്നുണ്ട്. 18 എന്നുള്ളത് മാപ്പ് ചെയ്തേക്കുന്നത് 23 ആണ്. ഇവിടെ ഒരു +5 ചേഞ്ച് ഉണ്ട്. 1 എന്നുള്ളത് സോറി ഇത് എഫിൻ്റെ 6 ആണ്. അപ്പോൾ ഇവിടെയും ചേഞ്ച് ചെയ്തേക്കുന്നത് ഒരു +5 ചേഞ്ച് ഉണ്ട്. അടുത്തത് W എന്ന് പറഞ്ഞാൽ 2ലോട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു +5 ചേഞ്ച് ആയിരിക്കും ഒബ്വിയസ്ലി ഉണ്ടാകുന്നത്. അതേ 28 ആണ് നമുക്ക് വന്നത്, +5 ചെയ്തപ്പോൾ 23 + 5 ചെയ്തപ്പോൾ 28 ആണ് കിട്ടിയത്. പക്ഷേ എന്താ 28ൽ നമുക്ക് ലെറ്റർ ഇല്ല, ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 28 എന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ 26 സബ്സ്ട്രാക്ട് ചെയ്ത് അതിനെ കറസ്പോണ്ടിങ്ങുള്ള ലെറ്റർ കിട്ടും. അപ്പോൾ 23 + 5 ചെയ്തപ്പോൾ 28 കിട്ടി. അപ്പോൾ അത് -26 ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പോൾ അത് മാപ്പ് ചെയ്തേക്കുന്നത് കറക്റ്റാണ്. ബേസിക്കലി ക്രോസ് കോഡിംഗ് ആണ് ഇവിടെ. ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്റർ ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അവിടെ മാപ്പിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു +5 ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. നമുക്ക് അത് യൂസ് ചെയ്ത് നമ്മുടെ വേർഡ്, നമുക്ക് ക്വസ്റ്റ്യൻ വേർഡിൻ്റെ കറസ്പോണ്ടിങ് കോഡ് കണ്ടുപിടിക്കാം. എന്ന് പറയുമ്പോൾ ഓഫീസാണ് ഇവിടെ വന്നത്. ഓക്കെ, ഇതിൻ്റെ ഓരോ നമ്പർ പ്ലേസ് വാല്യൂസ് എഴുതാം. 15, 6, 6, 9, 3, 5. അപ്പോൾ എഗെയിൻ ഇനി ഫസ്റ്റ് ലെറ്റർ കിട്ടേണ്ടത് ഇതിൻ്റെ +5 ചെയ്യണം. +5 ലാസ്റ്റ് ലെറ്ററിൻ്റെ കൂടെ +5 ഷിഫ്റ്റ് എടുത്തപ്പോഴാണ് ഫസ്റ്റ് ലെറ്റർ കിട്ടുന്നത്. അപ്പോൾ ഇത് 10 വരും. ഇതിൻ്റെ +5 എന്ന് പറയുമ്പോൾ 8 വരും. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ 14 വരും. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ 11 വരും. 11 വരും. 15 എന്ന് പറയുമ്പോൾ 20 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്നാണ് നോക്കേണ്ടത്. ഇതെന്ന് പറയുമ്പോൾ J വരും. JHNKKT എന്ന് വരും. ഓക്കെ, അതായത് ഓപ്ഷൻ എ അല്ലേ നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് പ്ലേസ് വാല്യൂസ് എഴുതിയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഈ കോഡൊക്കെ കിട്ടാനായിട്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ വേർഡ് അനാലജി. നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, അത് സംഭവം റിലേറ്റ് ചെയ്ത് ആ സെയിം റിലേഷൻഷിപ്പ് ഈ കറസ്പോണ്ടിങ് വേർഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റ് ഈസ് മാപ്പ് ടു ഫ്യൂച്ചർ.
ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഫ്യൂച്ചറിലുള്ള ടൈമിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണതിനാണ്, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. റിഗ്രറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ, പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവുന്നതിനാണ് റിഗ്രറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, പാസ്റ്റിൽ നടന്നതോ നടക്കാതെ നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിനാണ്. അപ്പോൾ ഇതാണ് ഫോർകാസ്റ്റ് എന്നാൽ ഫ്യൂച്ചറിലുള്ള സാധനത്തിനെ കുറിച്ച് പറയണത്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിലുള്ള സാധനങ്ങളെ കുറിച്ച് പറയണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്നുണ്ട് ഓപ്ഷൻ ഡി ആയിരിക്കും. പാസ്റ്റിൽ നടന്ന് കഴിഞ്ഞ സാധനവും മറ്റേ നടക്കാൻ പോണ കാര്യം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് അനാലജി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും എല്ലാം ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ബേർഡ്സ്, പാരറ്റ്സ്, ബാറ്റ്സ് അതിനെങ്ങനെയാണ് റിലേറ്റ് ചെയ്യണത് വരക്കേണ്ടതാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേർഡ്സിനെ ഒരു സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ബേർഡ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാരറ്റ്സ്. അപ്പോൾ ബേർഡ്സ് ബേസിക്കലി ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിലുള്ള എല്ലാ എലമെൻസും ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഈ സർക്കിളിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബേർഡ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ പാരറ്റ്സും ഒരു ബേർഡാണ്. അപ്പോൾ പാരറ്റ്സിൻ്റെ സർക്കിൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ ബാറ്റ്സ് ആണ് പറയുന്നത്. ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ മാമൽസ് ആണ്. ഈ ഫ്ലൈയിങ് ആയിട്ടുള്ള മാമലാണ് ബാറ്റ്, വവ്വാൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വവ്വാൽ എന്താണ്, ഇതിന് വവ്വാൽ എന്ന് പറഞ്ഞാൽ മാമലല്ലേ, ബേർഡ് അല്ലല്ലോ. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ പുറത്തായിരിക്കും ബാറ്റിലുള്ള എല്ലാ എലമെൻസും വരുന്നത്, ബാറ്റ്സ് വരുന്നത് ബേസിക്. അപ്പോൾ നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതായത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മളിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കണതിൻ്റെ ഓവർ നമുക്ക് ഡയഗ്രാം വരച്ച് തുടങ്ങാം. അതിൻ്റെ ബ്ലഡ് റിലേഷൻ ട്രീ വരച്ച് തുടങ്ങാം. അപ്പോൾ ആനന്ദ് ഇസ് എ സൺ ഓഫ് പ്രേമ. ഇത് നിങ്ങൾ പേഴ്സണലി ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ ചെയ്യണ പോലെ നോക്കിയാൽ മതി. ആനന്ദ് ഇസ് എ സൺ ഓഫ് പ്രേമ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേമ ഇത്, ആനന്ദ് ഇസ് എ സൺ ഓഫ് പ്രേമ. അപ്പോൾ ആനന്ദ് ഇത് സൺ എന്ന് പറയേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലസ് എന്നൊരു സിമ്പിളാണ്, പ്രേമ നെഗറ്റീവ് ഇടാം വിമൻ ആണെങ്കിൽ. രാജീവ് ഈസ് ബ്രദർ ഓഫ് പ്രേമ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ലൈൻ വരക്കാം. അതിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ രാജീവിനെ വരക്കാം. രാജീവ് എന്ന് പറഞ്ഞ് വരക്കാം. ഓക്കെ, ഇത് രാജീവാണ്. ഓക്കെ, രാജീവ് ഈസ് ബ്രദർ ഓഫ് പ്രേമ. പ്രേമ ഏത്, രാജീവ് ഇത്. സെയിം പാരൻറ്റിൽ നിന്ന് വന്നതാണ് നമ്മളിവിടെ നിന്ന് ലൈൻ എടുത്തത്. സിബ്ലിങ്സ് മറ്റേ ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മളിങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്ത് വെക്കും. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സെയിം ബ്രാഞ്ച്, സെയിം പാരൻസിൽ നിന്നുള്ള 2 ആൾക്കാരാണ് രാജീവും പ്രേമയെന്നാണ് പറയുന്നത്. രാജീവ് പോസിറ്റീവ് ഇടാം. ഓക്കെ, നേഹ ഈസ് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേഹ ഈസ് ഡോട്ടർ ഓഫ് രശ്മി എന്നാണ് പറയുന്നത്. പക്ഷെ നേഹയും രശ്മിയും നമ്മൾ വരച്ച ഡയഗ്രത്തിലില്ല അല്ലേ, സോഫാർ ഡയഗ്രത്തിലില്ല. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് ഈ ബ്ലഡ് റിലേഷൻ ഡയഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യേണ്ടത് അവിടെ ഒരു സ്റ്റാർ അങ്ങനെ ഇട്ടേക്കാം. പിന്നെ രണ്ടാമത് അത് തന്നെ നോക്കാനുള്ളതാണ്. അതുകൊണ്ട് പറയുന്നത് നേഹ സിസ്റ്റർ ഓഫ് രാജീവ് എന്ന് പറയുന്നത്. ഓക്കെ, രാജീവിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ എടുക്കണം. കാരണം ഇവർ സെയിം പാരൻസിൽ നിന്നുള്ള മക്കളാണ്, സിസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ രാജീവിൻ്റെ സിസ്റ്ററാണ് നേഹ എന്നാണ് പറയുന്നത്. അപ്പോൾ നേഹ നമുക്ക് ഇവിടെ വരക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലൈൻ സ്കിപ്പ് ചെയ്തല്ലോ, അത് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിൽ പറയണത് നേഹ ഈസ് ദ ഡോട്ടർ ഓഫ് രശ്മി എന്നാണ് പറയുന്നത്. നേഹ രശ്മിയുടെ ഡോട്ടറാണ്. ഓക്കെ, രശ്മിയാണിത്. ഓക്കെ, രശ്മി എന്ന് പറയുന്ന വിമൻ ആണല്ലോ, അപ്പോൾ മൈനസ് ഇട്ടു. അപ്പോൾ പിന്നെ നമുക്ക് അവസാനം ചോദിക്കണം എന്താണെന്നാണ് നോക്കാം. എന്താ ചോദിച്ചേക്കണം നോക്കാം. ഹൗ ഇസ് ആനന്ദ് റിലേറ്റഡ് ടു രശ്മി എന്നാണ് ചോദിച്ചേക്കണം. ആനന്ദ് ഇത്, രശ്മി ഇത്. ഓക്കെ, ആനന്ദ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രശ്മിയുടെ ഗ്രാൻഡ് സൺ ആണ് അല്ലേ. ആനന്ദ് ഇസ് എ ഗ്രാൻഡ് സൺ ഓഫ് രശ്മി എന്ന് നമുക്ക് പറയാം. ഇത് ചോദിച്ചേക്കണം ഹൗ ഇസ് ആനന്ദ് റിലേറ്റഡ് ടു രശ്മി എന്നാണ് ചോദിച്ചേക്കണത്. രശ്മി ഇതാണ്, ആനന്ദ് ഇതാണ്. ഇപ്പോൾ 2 ജനറേഷൻ താഴെയുള്ളതാണ് ആനന്ദ്. നമുക്കിവിടെ എങ്ങനെ എഴുതാം, ആനന്ദ് ഇസ് ഗ്രാൻഡ് സൺ. അതാണല്ലോ ചോദിച്ചേക്കണത്, ഗ്രാൻഡ് സൺ ഓഫ് രശ്മി നമുക്ക് എഴുതാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ കോഡിങ് ഡീകോഡിങ്ങിലെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോഡ് ലാംഗ്വേജ് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ 75659 എന്ന് പറഞ്ഞ കോഡായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസിനെയും കറസ്പോണ്ടിങ് കോഡ്സ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരെന്നിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ജമ്മു ഇസ് ക്യാപിറ്റലിന് 759 എന്നാണ് കോഡ് ചെയ്തേക്കണം. അതിൽ ഓരോ വേർഡിനെയും ഓരോ നമ്പറായിട്ടാണ് കോഡ് ചെയ്തേക്കണം. പക്ഷെ അത് കറക്റ്റ് ഓർഡറിലല്ലായിരിക്കും. അതാണ് നമുക്ക് കറക്റ്റ് ഓർഡറിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ്ലി നമുക്ക് അതിൽ നോക്കാമല്ലോ. ഓർഡറിലല്ലെങ്കിൽ പക്ഷേ 759 ആയിരിക്കും ജമ്മു ഇസ് ക്യാപിറ്റൽ, ജമ്മുടെയോ ഈസ്റ്റിൻ്റെയോ ക്യാപിറ്റലിൻ്റെയോ കോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുളിൻ്റെ കോഡ് എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബ്യൂട്ടിഫുൾ വന്നേക്കുന്ന സെൻറ്റൻസുകൾ നോക്കാം. ഓക്കെ, നോക്കി ഈ സെൻറ്റൻസിലും വന്നിട്ടുണ്ട്, ഈ സെൻറ്റൻസിലും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബ്യൂട്ടിഫുൾ ഇവിടെ ഉണ്ട്, ബ്യൂട്ടിഫുൾ ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട് ബ്യൂട്ടിഫുൾ. അതായത് ഈ രണ്ട് സെൻറ്റൻസിലും കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ്, ബ്യൂട്ടിഫുൾ മാത്രമാണ് കോമൺ ആയിട്ടുള്ള വേർഡ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഡില്ലേ, രണ്ട് സെൻറ്റൻസിൻ്റെ കറസ്പോണ്ടിങ് കോഡിലും കോമൺ ആയിട്ട് തന്നെ കോഡായിരിക്കും ബ്യൂട്ടിഫുളിൻ്റെ കോഡ് എന്ന് പറഞ്ഞു. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ രണ്ട് കോഡിലും കോമൺ ആയിട്ട് 6 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുളിൻ്റെ കോഡ് എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, കഴിഞ്ഞ ഏതോ ഷിഫ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് നിങ്ങളത് ഓർത്ത് വെക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ മറ്റേ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ചെയ്യാം. ബേസിക്കലി ഈ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു കാര്യം രണ്ട് കാര്യം പറഞ്ഞാൽ മതി. ഒരാൾ എങ്ങോട്ട് നടന്നാലും, ഏത് ഡയറക്ഷനിൽ ഫേസ് ചെയ്ത് നടന്നാലും അയാൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടേൺ ചെയ്തെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ അയാളുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അയാളുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസിലോട്ടായിരുന്നു പറയണം. അതേസമയം അയാൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്താലും അയാളുടെ റൈറ്റിലോട്ട് ടേൺ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ക്ലോക്ക് വൈസ് നമ്മൾ ചേഞ്ച് ചെയ്യണം, അയാളുടെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഈസ്റ്റിലോട്ട് നടന്നു പോകണതാണ്, എന്നിട്ട് പറയണതാണ് അയാൾ സ്പെസ് ടു ഈ ടേൺ ടു ഹിസ് ലെഫ്റ്റ് എന്ന് പറയണതാണ്. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് അയാളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, അതായത് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൽ സൂചികൾ പോകണ ആ റൂട്ട്, ആ ഒരു ഡയറക്ഷൻ അത് ഇങ്ങനെ ഇരിക്കും. അത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വയ്ക്കാം. അതിന് മുന്നേ നമ്മൾ റെഫറൻസ് ഡയറക്ഷൻസ് നമുക്ക് വരയ്ക്കാം. എൻ വരച്ചു, സൗത്ത് വരച്ചു, ഇത് ഈസ്റ്റ് ആയിരിക്കും, ഇത് വെസ്റ്റ് ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാം അതിൻ്റെ ബേസിസിൽ. എന്താണ്, ദിനേഷ് ട്രാവൽസ് ഫ്രം എ പോയിൻറ്റ് എ 8 kilometers ടുവേർഡ്സ് ബി ഈസ്റ്റ് വേർഡ്സ്. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് ദിനേഷ് ഈസ്റ്റ് വേർഡ് 8 kilometers ഡിസ്റ്റൻസ് ബിയിലോട്ട് പോയി എന്നാണ് പറയണത്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ദിനേഷ് ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് 8 kilometer ഡിസ്റ്റൻസ് ഈസ്റ്റ് വേർഡ്സ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈസ്റ്റ് ഇങ്ങോട്ടല്ലേ, അപ്പോൾ ഈസ്റ്റ് അങ്ങോട്ട് വരച്ചു, ഈസ്റ്റ് വേർഡ്സ് പോയി. അപ്പോൾ അയാൾ ഇരിക്കുന്നത് ബിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ടേൺസ് റൈറ്റ് എന്നാണ് പറഞ്ഞത്. റൈറ്റിലോട്ട് ടേൺ ചെയ്തെന്ന് പറഞ്ഞാൽ ബേസിക്കലി അയാൾ ഇങ്ങോട്ട് നോക്കി നിൽക്കണല്ലേ. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം, അയാളുടെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആക്കി മാറണം. അപ്പോൾ ഇങ്ങോട്ടുള്ള ഫേസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞത് ഇങ്ങോട്ടല്ലേ വന്നത്, അപ്പോൾ ഇങ്ങോട്ടായിരിക്കും അയാൾ താഴെ പോകണത്. ടേൺസ് റൈറ്റ് ആൻഡ് വോക്സ് 12 kilometers എന്ന് പറയുന്നത്. അപ്പോൾ 12 kilometers ഡിസ്റ്റൻസ് അയാൾ പോയി. ക്ലോക്ക് വൈസ് ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ടേൺസ് അഗെയിൻ. ഓക്കെ, ഈ പോയിന്റ് സി ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ടേൺസ് അഗെയിൻ ടു റൈറ്റ് ആൻഡ് വോക്സ് 4 kilometers ടു പോയിന്റ് ഡി. എന്നിട്ട് ഇവിടെ നിന്നും റൈറ്റിലോട്ട് ടേൺ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അഗെയിൻ ഇവിടെ എന്ത് ചെയ്യണം, ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുക്കണം റൈറ്റ് എന്ന് പറയുമ്പോൾ. എത്ര കിലോമീറ്റർ പോയി എന്നാണ് പറയുന്നത്? 4 kilometers അല്ലേ. ആൻഡ് വോക്സ് 4 kilometers ടു പോയിന്റ് ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ അയാൾ ട്രാവൽ ചെയ്ത് എത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെയാണ് അയാൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? എഗെയിൻ ടേൺസ് റൈറ്റ് ആൻഡ് ട്രാവൽസ് 8 kilometers. അപ്പോൾ എഗെയിൻ ടേൺസ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യണം. അപ്പോൾ 8 kilometers എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോയി 8 ആണ്, ഇത് 12 അല്ലേ. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. ആൻഡ് ട്രാവൽസ് 8 kilometers to E. ഫ്രം ഇ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് walks to F 4 kilometers. അത് കഴിഞ്ഞിട്ട് ഇയാൾ പറയണത് ഇന്ന് അയാൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തതാണ്. ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, അതായത് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ പോയി എന്നാണ് പറയുന്നത്? 4 kilometers പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ 4 kilometers വന്നു. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ എവിടെ? ഇതെന്ന് പറഞ്ഞാൽ 4 ആണ്, കാരണം ഇത് 4 ആണ്, ഇത് 4 ആണ്. അപ്പോൾ ടോട്ടൽ എക്സാക്ട്ലി എയുടെ താഴെ തന്നെയാണ് ഇയാൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്താണെന്ന് നോക്കാം. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് ചോദിച്ചാൽ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, അയാളുടെ എൻഡിങ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്, അതായത് എഫ് ആണ്. ഓക്കെ,
ഒരു ചോദിച്ചാൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 4 ഈ ഡിസ്റ്റൻസ് 8 നമുക്കറിയാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 4 ആയിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, 4 കിലോമീറ്റേഴ്സ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അതോടെ നമ്മൾ ഈ സെഷൻ ഓൾമോസ്റ്റ് ഡിഫറൻ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ബേസിക്കലി പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്ത പാറ്റേൺ ചെറിയൊരു ചേഞ്ച് വരും. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് ബേസിക്കലി സെയിം ആണ്. CHSLൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഈ കുറേ ടോപ്പിക്സ്, അനാലജി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അഗെയിൻ ബ്ലഡ് റിലേഷൻ്റെ പല ടൈപ്പ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്, സിലോഗിസം ഉണ്ട്, ഡിക്ഷണറി ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ 2 വന്നല്ലോ. ഓക്കെ, കംപ്ലീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്, അതായത് നോൺ വെർബൽ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. കംപ്ലീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ ഫിഗർ, മിറർ ഇമേജ്, പിന്നെ വെൻ ഡയഗ്രാം, എംബഡഡ് ഫിഗർ, ഫോൾഡിംഗ് അൺഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്, ഡൈസിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഫെമിലറൈസ് ചെയ്യാനായിട്ട് പ്രീവിയസ് പേപ്പേഴ്സ് നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് സെയിം മോഡലിൽ തന്നെയാണ് ചോദിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ അത് കാണാം. ഓക്കെ, അപ്പോൾ അതോടെ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അറൗണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കണം, എന്തൊക്കെ ടൈപ്പാണ് കിട്ടണമെന്ന്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ പ്രീവിയസ് പേപ്പേഴ്സ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം മോഡൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ചാനലിൽ ഓൾറെഡി പ്രീവിയസ് കുറച്ച് പേപ്പേഴ്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡൗട്ട്സ് ഉള്ളവർ ആ പേപ്പേഴ്സ് നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്യുക. അതോടെ നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.